മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഉപേക്ഷിച്ച സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെന്ന് സൂചന. 2 കാറിലായി എത്തിയ 12ഓളം പേരാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം മുഖ്യപ്രതികളിൽ ഒരാളെ പിടികൂടാൻ എത്തിയ പോലീസിനെ തടഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിലായി. ആട്ടേരി സ്വദേശിയായ 30-കാരനായ ഷഹദിനെയാണ് 2 കാറിലെത്തിയ 10-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ശേഷം രണ്ടത്താണിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതോടെ സംഭവം അറിഞ്ഞ് പോലീസും പിന്നാലെ എത്തി. ഇതോടെയാണ് ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെ ഷഹദിനെ ചെങ്കോട്ടിയിലെ ദേശീയപാതയോരത്ത് ഉപേക്ഷിക്കുന്നത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹദ് ആശ്രമിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇയാളുടെ കണ്ണിനും തലയ്ക്കും പുറത്തും അടിയേറ്റ പാടുകളുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിലേക്കും മർദ്ദനത്തിനും കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടാണ് പ്രതിയെ തട്ടിക്കൊണ്ടുപോയതെന്നും പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയതായും കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ അശ്വത് എസ് കാരന്മയിൽ അറിയിച്ചു. കോട്ടക്കല് സൂപ്പി ബസാറിനടുത്ത് താമസമുള്ള സലീമിൻ്റെ മകൻ ഷഹദിനെ വീട്ടിൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മുടെ കോട്ടൂർ പള്ളിയെടുത്ത് താമസിക്കുന്ന നൗഫലും അവരുടെ ചേർന്നൊരു ബാബു മുഹമ്മദ് ഇഷാദ് അവർ കണ്ടാൽ നേരെ 12ഓളം പേര് ചേർന്നിട്ട് അവരെ വണ്ടി കത്തിച്ച് ബലമായിട്ട് കത്തിക്കൊണ്ട് പോവുകയും കൊടശ്ശേരിപ്പാറയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറിഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവനെ കാര്യമായി ഉപദ്രവിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ തലയ്ക്കും ഓർമ്മൊക്കെ പരിക്കുകയും അവർ തമ്മിലുള്ള എന്തോ സാമ്പത്തികത്തോടെ ബന്ധപ്പെട്ട് കിട്ടാനുള്ള കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പ്രതികൾ എല്ലാവരും റെസ്പോണ്ടിങ് ആണ്. പരാതിക്കാരനായിട്ടുള്ള ഷഹദ് ഇപ്പം മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കാര്യമായുള്ള പരിക്ക് തലയ്ക്കും കണ്ണിനും മുതുകിലും സംഭവിക്കുന്നു. പ്രവാസിയായിരുന്ന ഷഹദ് മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ചെങ്കോട്ടിയിൽ സ്ഥാപനം ആരംഭിച്ചു. ഇതിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സ്വർണ്ണക്കടത്തുമായി മറ്റൊരു സംഘം പിടിയിലായിരുന്നു. ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വിവരം ചോർത്തിക്കൊടുത്തത് ഷഹദാണെന്ന് പറഞ്ഞാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ച കോട്ടക്കൽ പോലീസ് കോട്ടൂരിലെ മുഖ്യപ്രതികളിൽ ഒരാളുടെ വീട്ടിൽ എത്തിയിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് ഈ പ്രതിയുടെ സഹോദരൻ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഇന്ത്യന്നൂർ പുളിക്കൽ മുഹമ്മദ് നബീലിനെ CI അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഞങ്ങൾ 9 മണിയോടുകൂടി പ്രതികളുടെ വീട്ടിൽ കോട്ടൂരിൽ ഉള്ള പ്രതികളുടെ വീട്ടിൽ ചെന്ന് കയറുകയും നിയമാനുസരണം ഞങ്ങളുടെ സെർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതികളുടെ അനിയൻ ഒരു നബീൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനെ പിടിച്ചു തള്ളുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അയാളെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്ത് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇന്ന് വൈകിട്ട് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. സംഭവത്തിന് പിന്നിൽ വലിയ സ്വർണ്ണക്കടത്ത് മാഫിയ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പ്രതികളെല്ലാവരും ഒളിവിലാണ്. മലബാർ ടൈംസ്, കോട്ടക്കൽ.